നടന്നൊരു വ്യക്തി തിരിച്ചു വരുമ്പോൾ ഒന്ന് ഒറ്റയടിക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല, പല രാജ്യങ്ങൾ കയറി ഇറങ്ങിയാണ് വരുന്നത്. യമനിൽ പോയി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് കാപ്പി കാണുകയും കാപ്പിയുടെ 7 കുരു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കൂടിനകത്ത് താടിക്കകത്ത് വെച്ചുകൊണ്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനൊക്കെ മുമ്പ് തന്നെ 8-9 നൂറ്റാണ്ടിൽ 1850 AD ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ആടുകളെ മേച്ചുകൊണ്ട് നടന്നൊരു വ്യക്തി തൻ്റെ ആട് ഒരു പ്രത്യേക ചെടി കടിച്ചു നിന്നപ്പോൾ തുള്ളിച്ചാടുക, ഡാൻസിങ് ഗോഡ്സിനെ കാണുവാനിടയായി. അപ്പോൾ വീണ്ടും അദ്ദേഹം ശ്രദ്ധിച്ചു, എന്തുകൊണ്ടാണ് ഈ ആടുകൾ പ്രത്യേക തരത്തിൽ തുള്ളിച്ചാടുന്നത്. നോക്കുമ്പോൾ ഒരു പ്രത്യേക ചെടിയുടെ കുരു നിന്ന് കഴിയുമ്പോഴാണ് ഇത് തുള്ളിച്ചാടുന്നത്. അപ്പോൾ അത് പലതവണ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ കുരുക്കളെല്ലാം അദ്ദേഹം ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഒരു സൂഫി, ഈ പ്രസന്റഡ് ദോസ് സീഡ്സ് ടു ഹിസ് ഗുരു, എ സൂഫി സെയിന്റ്. അപ്പോൾ ഈ സൂഫി സന്യാസി വിചാരിച്ച് ഈ മനുഷ്യൻ എന്താണ് കാണിക്കുന്നത്, കാട്ടാളനെ പോലെ കുറച്ച് കാട്ടിൽ നിന്ന് കുറച്ച് കായ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുരു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കരണ്ടൊന്നുമില്ല, തീച്ചൂളയിലോട്ട് ഇട്ടു. അപ്പോൾ തീച്ചൂളയിൽ കിടന്ന് ഇത് എന്താ പറയുക, വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകം ഒരു ഗന്ധം വന്നു. അപ്പോൾ സൂഫി സന്യാസിക്ക് മനസ്സിലായത് എന്തോ പ്രത്യേകതയുള്ള ഒരു ഗുരുവാണ് അദ്ദേഹം ഇട്ടത്. അവിടെ നിന്നാണ് ഈ കാപ്പിയുടെ ഈ ഊർജ്ജം, കഫീൻ കണ്ടന്റിനെ കുറിച്ചും കാഫിയുടെ നമ്മുടെ ബിവറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 850 AD നടന്നൊരു കാര്യമാണ് ഇത് നടക്കുന്നത്. എത്യോപ്യയിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് യമനിൽ നിന്നാണ് ഇത് പല രാജ്യങ്ങളിലേക്കും പോയത്. കൂടുതലും അന്ന് പോയിക്കൊണ്ടിരുന്നത് 14 നൂറ്റാണ്ട് 15 നൂറ്റാണ്ടിലൊക്കെ ഏഷ്യൻ അറബികളുള്ള രാജ്യങ്ങളിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. 1670കളിൽ ഇത് കർണാടകത്തിലുള്ള ബാബാ ബുദാൻ എന്ന് പറഞ്ഞ സന്യാസിയുടെ ആശ്രമത്തിൻ്റെ സ്ഥലം, ആ മലയിൽ ബാബാ ബുദാൻ ഹിൽസിലാണ് ഇത് വരുന്നത്. ഇന്ന് അത് ചന്ദ്രഗിരി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. തലക്കാവേരിയൊക്കെ ഉത്ഭവിക്കുന്ന ആ ഒരു പ്രദേശമാണ് ചന്ദ്രഗിരി ഹിൽസ്. അവിടെ നിന്ന് വന്നെങ്കിലും 1820 1840കളിലാണ് ഇത് വ്യാപനമായ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. Only in 1820s and 1840s it started to be grown as a commercial crop by the influence of the British planters. In the 17th century, 17ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇത് പോപ്പുലറൈസ് ചെയ്യാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ പിന്നീട് അവർക്ക് പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാർ അവരെ തുരത്തുകയും 1750കളിൽ 1750 ബ്രിട്ടീഷേഴ്സ് came in all parts of India. അതിൽ 2 പ്രദേശങ്ങൾ അവർ കണ്ടെത്തി. പ്രത്യേകിച്ച് മൈസൂർ രാജാവിൻ്റെ അധീനതയിലുള്ള കൂർഗ് ഹിൽസ്, കൊടവാസ് താമസിക്കുന്ന കൂർഗ് അല്ലെങ്കിൽ കൂർഗീസ് ഉള്ള കൊടക്, ആ മേഖലയും വയനാട് ഷെബറോയ് അതേപോലെ നീൽഗിരി മേഖലയുമാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും നല്ലതെന്ന് ബ്രിട്ടീഷേഴ്സ് ഐഡൻറ്റിഫൈ. അങ്ങനെയാണ് ഈ കാപ്പി കൃഷിയുടെ വ്യാപനം 1850കളിൽ അല്ലെങ്കിൽ 1870കളിലാണ് 1870s it started to flourish in other parts. പിന്നെ ട്രാവൻകൂർ പ്രസിഡൻസിയുടെ കീഴിലുള്ള കുറച്ച് ഏരിയ, ഈ പറയുന്ന കുറച്ച് ഏരിയയിലും അതേപോലെ തന്നെ മൈസൂർ പ്രസിഡൻസിൻ്റെ കീഴിലുള്ള കൂർഗ് മേഖലയിലും ഇത് വ്യാപിക്കാൻ തുടങ്ങി. വയനാട്ടിലൊക്കെ വരും. വയനാട് എന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലായി. അങ്ങനെ ഇരിക്കുക നമുക്കറിയാം, ഏതൊരു വിളയും ആദ്യം കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഉത്പാദനം കിട്ടും. പക്ഷെ 1910കളൊക്കെ ആയപ്പോഴേക്കും ഇതിന് ലീഫ് റസ്റ്റ് എന്ന് പറഞ്ഞ രോഗം വ്യാപനമായ രീതിയിൽ വരികയുണ്ടായി. ആൾക്കാർക്ക് ഇപ്പോൾ നമുക്കറിയാവുന്ന ചക്ക കാര്യമായ രീതിയിലൊക്കെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് യൂസ്ഡ് ടു ബി കൾട്ടിവേറ്റഡ് ഇൻ സ്മോൾ സ്കെയിൽ 1, 2, 3, 4 or 10. നൗ റബ്ബർ പ്ലാന്റേഷൻസ്, കോക്കനട്ട് പ്ലാന്റേഷൻസ് എല്ലാം വെട്ടി റബ്ബർ ഈ ജാക്ക് വ്യാപനമായ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴേക്കും പുതിയ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൃഷി വിദഗ്ധരെ കാണുന്നു, അവരിത് ചെയ്യണം അത് ചെയ്യണം. അന്നും 1910കളിൽ ലീഫ് റസ്റ്റ് വന്നപ്പോഴേക്കും ഇതേപോലെ സംഭവം ഉണ്ടായി. അന്ന് LC കോൾമാൻ എന്ന് പറഞ്ഞ മൈസൂർ രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ്. അന്ന് മൈസൂർ രാജാവിൻ്റെ കീഴിലെ കാർഷിക വിദഗ്ധനായ LC കോൾമാൻ, കനേഡിയൻ സിറ്റിസൺ ആണ്. അദ്ദേഹം കൃഷിശാസ്ത്രത്തിലൊക്കെ PhD ഒക്കെ എടുത്തൊരു വ്യക്തിയാണ്. എത്തമോളജിസ്റ്റായ LC കോൾമാനെ നിയോഗിക്കുകയുണ്ടായി 1910-20. അങ്ങനെ 1925 ബാലഹന്നൂരിൽ മൈസൂർ സെൻട്രൽ എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ, മൈസൂർ കോഫി എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ സ്ഥാപിക്കുകയുണ്ടായി. 1925 ദ മൈസൂർ സെൻട്രൽ കോഫി എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ LC കോൾമാൻ under the Mysore Raja, which was under the British rule. അവിടെ അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 100ാം വാർഷികം പടി ഇന്ന് നിൽക്കുകയാണ്.
കോഫിയിൽ ഗവേഷണം തുടങ്ങിയത് ഇറ്റ് ഇസ് 100th year we are starting. എപ്പോഴും നമ്മളൊരു 100 വർഷം ആഘോഷിക്കുന്ന അതിന് 1 വർഷം മുമ്പെയാണ്. അപ്പോൾ 1925 തുടങ്ങിയെങ്കിൽ 2024 we start the celebration of 100 years of research on coffee to end in 2025. So തന്നെയാണ് കാപ്പി കർഷകർ ഒരു 600ഓളം പേരുണ്ട്. ഇവരുടെയൊക്കെ മുന്നിൽ ശരിക്കും പറയാൻ പറ്റും അന്നത്തെ കോൾമാൻ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ്റെ ഗവേഷണ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് കാപ്പി കൃഷി കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏത് ഒരു കൃഷിയും രോഗം വന്നു കഴിയുമ്പോഴേക്കും തകർന്നു പോകും, പ്രതിവിധിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കൊക്കോയിലും ഒരു രോഗമുണ്ട്, വാസ്കുലാർ സ്ട്രീറ്റ് ഡയബാറ്റ്. ഏറെക്കുറെ കാപ്പിയെ പോലൊക്കെ തന്നെ എനിക്ക് ക്രോണിക് ട്രെയിനിങ് ഒക്കെ ആവശ്യമായ ഒരു വിളയാണ് കൊക്കോ. ഇടുക്കി അടിമാലി ഭാഗത്ത്, കോട്ടയത്ത് മണിമല ഭാഗത്ത്, പാലാ ഭാഗത്ത്, ഭരണങ്ങാനം ഭാഗത്ത്, തറപ്പേൽ കുടുംബത്തിലൊക്കെ അറിയാം. അതുപോലെ വയനാട്ടിലൊക്കെ ഈ പറയുന്ന കൊക്കോ ഉണ്ട്. അവിടെയും ഒരു രോഗം വന്നു തുടങ്ങിയിരിക്കുകയാണ്, വാസ്കുലാർ സ്ട്രീറ്റ് ഡയബാറ്റ്. ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഒരു ബസിലിയോമൈസിൻ ഫംഗസ് ആണ്. ഈ രോഗം വന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? വെട്ടുന്നു, പുതിയ ശേഖരം വരുന്നു, അതിൻ്റെ രോഗം വരുന്നു, വെട്ടുന്നു, പുതിയ ശേഖരം വരുന്നു. അപ്പം ആദായം കുറയുന്നു. അപ്പോൾ കാപ്പിയിലും അതുണ്ടായി, രോഗം വരുമ്പോൾ ഫ്രൂട്ട് ചെയ്യുന്നു, പുതിയ ശേഖരം വരുന്നു, അതിൻ്റെ രോഗം വരുന്നു. ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു 1925 തൊട്ട് സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അത് അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. 1940 1942 a coffee commission was established. Later on in 1944 a coffee board was established even before independence. So there started the work for the Coffee Research Institute, though it started in 1925. So അവരുടെ മെയിൻ ഫോക്കസ് തന്നെ ലീഫ് റസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. അങ്ങനത്തെ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൾമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയണം. അന്ന് കർണാടകത്തിൽ കൂടുതലുള്ള ഒരു വിളയാണ് അടയ്ക്ക. അടയ്ക്കാനും ഒരു രോഗം വന്നു, മഹാളി. അതിൻ്റെ കായെല്ലാം പഴുത്തു പോകുന്നു. ഈ മഹാളിക്ക് കർണാടകത്തിൽ കന്നഡ they used to call കോളി രോഗം. So the people feel that coalman, that disease is related to that coalman കോളി രോഗം. No. അന്ന് അവിടെ തദ്ദേശീയ ഭാഷയിൽ ഈ മഹാളി രോഗത്തിൽ അല്ലെങ്കിൽ ഈ കായ പഴുക്കുന്നതിന് കോള രോഗം എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആ കോള രോഗയുടെ റിസർച്ചും ഗവേഷണം തുടങ്ങിയതും കോൾമാൻ തന്നെയാണ്. അദ്ദേഹം ഇന്ന് കർണാടകത്തിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസസ് ഹെബ്ബാനിലുള്ള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തി കോൾമാനാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഇൻ മൈസൂർ രാജായുടെ കീഴിലുള്ള വലിയൊരു ശാസ്ത്രജ്ഞനാണ്. ഇന്ന് കാപ്പി കൃഷി കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഫ് റസ്റ്റ് ഡിസീസിൻ്റെ കൺട്രോൾ നമുക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് അത് കോൾമാൻ എന്നൊരു ശാസ്ത്രജ്ഞൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെയുള്ള MP വെങ്കട്ടരാമൻ, അതുപോലെ തന്നെ വിദേശിയായ WW വൈനി, അങ്ങനെ ഒട്ടൊരുപിടി ആൾക്കാർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ലീഫ് റസ്റ്റ് രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഉദ്ദേശം. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഇവരുടെ സെൻറ്റർ വരുന്നത് കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാലികന്നൂർ കൂടാതെ വരുന്നത് ചെത്താണി, കൂർഗിൽ തന്നെ ഒരു സ്റ്റേഷനാണ്. ഈ ബാലികന്നൂർ എന്ന് പറയുന്നത് ചിക്മാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോഫി ബോർഡ് സ്പോൺസർ ചെയ്ത് ഈ കർഷകരെയൊക്കെ ബാലികന്നൂറും അതേപോലെ ഈ പറയുന്ന പോലെ ചിക്മാംഗ്ലൂരെ കർഷകരെയും കൂർഗിലെ കർഷകരെയൊക്കെ കൊണ്ട് കാണിക്കണം. കാരണം ഞാനിപ്പോൾ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂർഗ് എന്ന് പറയുന്ന പ്രദേശം ഒളിമ്പിക്സിൽ ഇന്ത്യൻ കായിക മേഖലയ്ക്ക് ഒട്ടനവധി കൂർഗ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ അത്ലറ്റിക്സ് ലൈക്ക് എനിത്തിങ്. അതേപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഏറ്റവും വലിയൊരു ആർമി എയർ മാർഷലായിരുന്നു സാം മലേക് ഷാ, ഈസ് എ കൂർഗി. അതേപോലെ തന്നെ PT ഉഷയോടൊപ്പം തന്നെ ഓടിയിട്ടുള്ള ഒരു അശ്വിനി നഞ്ചപ്പ, ഹോക്കി പ്ലേയേഴ്സ് ആയിട്ടുള്ള സോമയ്യ, അങ്ങനെ ഒരുപിടി കളിക്കാർ കൂർഗിൽ നിന്ന് ഈ കാപ്പി കുടിച്ച് കാപ്പിയുടെ ഉത്തേജകം സ്വീകരിച്ച് അവർ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള SS പ്രശസ്തിയും കൊണ്ടുവന്നു. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കാപ്പി കൃഷി ചെയ്ത് നമ്മുടെ പോക്കറ്റ് മാത്രം നിറച്ചതേ ഉള്ളൂ, അത് നമ്മൾ ആലോചിക്കേണ്ടി. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സ്വഭാവം രൂപീകരിക്കാനും അതുപോലെ നല്ല കായിക മേഖലയിൽ തിളങ്ങാനുമുള്ള ഒരു ഉത്തേജനം കൂടെയാണ് കാപ്പി എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കൂർഗ് മേഖല ഇന്ത്യൻ കായിക മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുള്ള ആൾക്കാരാണ്. ഇന്ന് ടെന്നീസ് കളിക്കുന്ന റോബർട്ട് ബൊപ്പണ്ണ കൂർഗിയാണ്. അതേപോലെ ഹോക്കിയിലുള്ള പലരും കൂർഗ് മേഖലയിൽ നിന്ന് വന്നവരാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് കാപ്പി കൃഷിക്ക് നമ്മുടെ മക്കളെ പഠനത്തിൽ മാത്രമല്ല കായിക മേഖലയിലേക്ക് കൊണ്ടുപോകാൻ, പോക്കറ്റ് നിറയ്ക്കാം. അപ്പോൾ അന്നത്തെ ഒരു ചിന്താഗതി കോപ്പി പല രാജ്യങ്ങളിലും ഏകവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ കാടുള്ള മേഖലയിലാണ് ഈ കാപ്പി കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടവിളയായിട്ട് ആണ് ഇത് കൃഷി ചെയ്തത്. അഗ്രോ ഫോറസ്ട്രി ക്രോപ്പായിട്ടാണ് കൃഷി ചെയ്തത്. വിദേശത്തോട് പഠനം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളല്ല വനവൃക്ഷങ്ങളുള്ള ഇടവിളയായിട്ട് കൃഷി ചെയ്യണം. അഗ്രോ ഫോറസ്ട്രി ആ ഒരു സ്ട്രാറ്റജിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കാപ്പിയുടെ കായ്പിടുത്തം കൂടും.
കാരണം എന്തുകൊണ്ടാണ്? തേനീച്ച കൂടുതൽ ആകർഷിക്കപ്പെടുന്നു, തേനീച്ച കായ്പിടുത്തത്തിനെ സഹായിക്കുന്നു. തേനീച്ച ഇല്ലെങ്കിലും കാപ്പിയിൽ കായ്പിടുത്തം നടക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ട്രീ ആയിട്ടാണ് അഗ്നോ ഫോറസ്റ്റ് സിസ്റ്റം കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. പക്ഷേ ഇത് നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളും അവക്കാഡോ, മാംഗോസ്റ്റീൻ ഇങ്ങനെയുള്ള വിളകളും ഷെയ്ഡ് നൽകുന്ന വിളകളായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതേ മേഖലയിലേക്ക് കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ മോസ്റ്റ് ഐഡിയൽ as well as the most profitable shade giving crops for the coffee plantations, they can also work on it. So if you Google it, you can find out which are the most ideal shade giving crops. ഇന്ത്യയിൽ തന്നെ ഷെയ്ഡ് ക്രോപ്പ് ആയിട്ടാണ് കോഫി കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം കൂടുതൽ നമ്മുടെ ഭൂമിയിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മണ്ണിലുള്ള നമുക്കിവിടെ 40-38 ഡിഗ്രി ആണെങ്കിൽ മണ്ണിൻ്റെ താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി കൂടുതലായിരിക്കും. ഏതാ? സൂര്യപ്രകാശം നേരിട്ടടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്ത് എപ്പോഴും ഒരു 30 മണ്ണിൻ്റെ താപനിലയെങ്കിൽ സൂക്ഷ്മജീവിക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മൈക്രോബ്സ്, പ്രത്യേകിച്ച് ഈ മാസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ്ങിന് പറ്റിയ ഒരു അന്തരീക്ഷം കിട്ടും. ഇപ്പോൾ മോണോകൾച്ചർ ആയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഷെയ്ഡ് ഒരിക്കലും കുറവായിരിക്കും. സോയിൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. സോയിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും മൈക്രോബിയൽ ആക്ടിവിറ്റി കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് നിങ്ങളെപ്പോഴും 2 ടയർ ഷെയ്ഡ് ക്രോപ്പാണ് നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ അത് ഓൾറെഡി നമ്മൾ കേരളത്തിലെ, മൈസൂരിലെ, അതേപോലെ തന്നെ ആന്ധ്രയിലെയൊക്കെ കർഷകർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കോഫി ബ്രാൻഡ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എ സ്കീംസ് ഫോർ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോട്ടിംഗ് സെർട്ടൻ ബ്രാൻഡ്സ്. ഇപ്പോൾ നമുക്കറിയാം അരക്കു വാലി കോഫി, അത് ഈ ആന്ധ്രാപ്രദേശിലെ ഒരു പ്രദേശമാണ്. അരക്കു വാലി ട്രൈബൽസ് മാത്രമുള്ള ഒരു മേഖലയാണ്. ഒരു അരക്കു ബ്രാൻഡഡ് കോഫിയായിട്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതൊരു മാസം ഇവിടെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള ആ മാറ്റങ്ങൾ മനസ്സിലാക്കി ഏത് തരത്തിലുള്ള കാപ്പിയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യമായിട്ട് വരുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് കാപ്പി പിന്നീടുള്ളത് നമ്മുടെ ഈ ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ്. ഇതൊക്കെ കൂടുതലും അന്നത്തെ ഡച്ച് കോളനീസ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അവിടെ എല്ലാം തന്നെ നമുക്ക് രാവിലെ കുടിക്കാൻ നേരത്തെ കോഫിയും ടീയും എല്ലാം കിട്ടും. പക്ഷെ അവരവിടെ കൃഷി ചെയ്യുന്നില്ല. അതെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. ഇറ്റലിയിൽ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പലരും വിശുദ്ധ നാട് സന്ദർശനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലൊക്കെ പോകും. ഏത് ഹോട്ടലിൽ പോയി താമസിച്ച് കഴിഞ്ഞാലും അവർ കൃഷി ചെയ്യാത്ത കോഫി പൗഡറും ഫിൽറ്റർ കോഫിയും അതേപോലെ ടീ ഈ ബാഗ്സൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ആ രാജ്യങ്ങൾ ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഓർഗാനിക് പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ആ ബ്രാൻഡിങ് എങ്ങനെ എടുക്കണം, അത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതല്ലെങ്കിൽ വിദേശമായ വിപണിയിൽ എങ്ങനെ നിങ്ങൾക്ക് അത് തന്നെ വിറ്റഴിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കോഫി ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാർക്കറ്റിംഗ് ആസ് വെൽ ആസ് ബ്രാൻഡിങ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. കർഷകരുടെ ഗ്രൂപ്പിനെ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലേക്ക് കണ്ടിജൻ can go and visit Vietnam. I feel Coffee Board can allocate some funds. This is my suggestion. I am not the right person. ഞാൻ അതിൻ്റെ കറക്റ്റ് ആളല്ല. വിയറ്റ്നാം കോഫി കൃഷിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ പോയി സന്ദർശിച്ച് അവിടുത്തെ അവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം. 1970കളിൽ വിയറ്റ്നാമിൽ കുരുമുളക് ഇല്ല, വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. CPCR ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് 2 വിദഗ്ധർ വിയറ്റ്നാമിൽ പോയി. അവർ ഇവിടുത്തെ ഏറ്റവും നല്ല മുന്തിയ ഇനങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇന്ന് നമ്മളെ മലർത്തിയടിച്ച് വിയറ്റ്നാമാണ് കുരുമുളക് വിപണിയിലും അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിലും മുന്നിട്ട് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെറൈറ്റി മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ, 5 ഹെക്ടറിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. ഇഫ് ദേ ഗീവ് എ ലോ ദേ ഹാവ് ടു അവോയ്ഡ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. സർക്കാരെന്ന് പറയും നമ്മൾ വി വിൽ ബി ഡൂയിങ് സംതിങ് എൽസ്. അപ്പോൾ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിയറ്റ്നാമിൽ നമുക്കെപ്പോഴും നമുക്കൊരു കുരുമുളകിലുള്ള നമ്മുടെ ഭീഷണി വിയറ്റ്നാമിൽ നിന്ന് വില കുറഞ്ഞ കുരുമുളക് പല മാർഗത്തിലൂടെ ഇന്ത്യയിലേക്ക് ഇറ്റ്സ് കമ്മിങ്. വിയറ്റ്നാം പേപ്പർ ഇസ് കമ്മിങ് ടു ദി ഇന്ത്യൻ മാർക്കറ്റ്. It's affecting our prices. Earlier, at least 50 years back, Vietnam was nowhere in the scenario. Vietnam was nowhere. But now we are afraid of Vietnam. നമ്മളിപ്പോൾ വിയറ്റ്നാമിനെ എന്താ പറയുക, നമുക്കൊരു ഭീഷണിയാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ പല വിധത്തിലും പോകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ഐഡിയലായിട്ട് കൃഷി ചെയ്യേണ്ടത്, കുരുമുളക് കൃഷി ചെയ്യേണ്ടത്. വിയറ്റ്നാമിൽ ഒരു ചെറുകിട കർഷകൻ്റെ തോട്ടത്തിൽ പോയാലും അതേ കൃഷിയാണ് അവൻ ചെയ്യുന്നത്. ഒരു വൻകിട കർഷകൻ്റെ തോട്ടത്തിൽ പോയി കഴിഞ്ഞാലും അവൻ അതാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ന്യൂനതയായിട്ട് ഞാൻ പറയുകയല്ല. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിൻ്റെ ഒരു ഫ്രീഡം ആയിരിക്കാം, അവിടെ വേറൊരു നിയമമായിരിക്കാം. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്യാം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള ഈ പറയുന്ന ഷെയ്ഡ് ഓൾറെഡി ഉണ്ട്.
നിങ്ങൾക്ക് ആദായം കിട്ടുന്ന ഏത് ഷെയ്ഡ് ട്രീസ് ആണെന്നുള്ളത് ഈ പറയുന്ന കൃഷി ചെയ്തിട്ടുള്ള റോസ് ഗാർഡൻസിലെ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. അതിൽ കോഫി ബോർഡ് തന്നെ നിങ്ങളോട് പറയും ഏത് വിളകളാണ് ഷെയ്ഡ് ട്രീസ് ആണെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്നത്. അവരിപ്പം ചെയ്യുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളിപ്പോൾ കാണുന്ന ഉരുൾപൊട്ടൽ, ഇത് കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോഴേക്കും വരൾച്ച. അപ്പോൾ കോഫി എന്ന് പറയുന്ന ഒരു വിള ഇത് രണ്ടും അതിജീവിക്കണം. കാരണം ഇതിന് പുഷ്പിക്കണമെങ്കിൽ ഒരു പ്രത്യേക മഴ കിട്ടണം. ജനുവരി മാസത്തിൽ ഒരു നല്ല മഴ, ഒരു 10 mm മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ പുഷ്പിക്കും. അതുകൊണ്ട് തോട്ടങ്ങളിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്, സ്പ്രിംഗ്ലർ പോലെ ജെറ്റൊക്കെ അടിച്ചവർ ആ ഒരു നന കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെയൊക്കെ. വരൾച്ചയാണെങ്കിലും നമുക്ക് ഡീപ്പ് റൂട്ടഡ്, കൂടുതൽ ആഴത്തിൽ പോകുന്ന വേരുകളുള്ള ഇനങ്ങൾ അവർ ഈ ക്ലോണൽ പ്രൊപ്പഗേഷനിലൂടെ വെറൈറ്റീസ് ട്രൈ ടു ഡെവലപ്പ്. അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. അത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു നല്ലൊരു ട്രിപ്പിൾ ടൈംസ് കോഫി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രം നിങ്ങൾ പോയി കാണണം, അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കാനായിട്ട് I request or I plead to the chairman to make opportunity to allocate some funds so that the farmers from Kerala, not only Kerala, from other states can visit the other outside countries. Even Department of Agriculture is sponsoring some. നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ നിന്ന് ഒരു 20 കർഷകർ കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ പോയ കഥ പത്രത്തിൻ്റെ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഓർത്തു? അതിൽ നിന്ന് ഒരു കർഷകൻ ചാടിപ്പോയി, ഓർക്കുന്നുണ്ടോ? പിന്നെ അയാളെ കിട്ടി, അയാൾ തിരിച്ചു വന്നു, മാപ്പ് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു കണ്ടിജന്റ് ക്യാൻ വിസിറ്റ് ദ അതർ കൺട്രീസ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് കോഫി കൃഷിയുടെ ചരിത്രമാണ്. അപ്പോൾ അത് കോഫി കൃഷിയുടെ ചരിത്രത്തിൽ മൈസൂർ രാജാവും ആ രാജവംശവും പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ, ട്രാവൻകൂർ പ്രിൻസ്ലി സ്റ്റേറ്റ് have contributed immensely. അന്നും അവർക്കൊരു ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലും 1908 കുഞ്ഞൻപിള്ള എന്നൊരു വ്യക്തിയാണ് ആദ്യത്തെ കൃഷി ഡയറക്ടറായിട്ട് വരുന്നത്. കൃഷി വകുപ്പ് കേരളത്തിൽ തുടങ്ങുന്നത് 1908 പക്ഷേ ഈ കോഫി എപ്പോഴും കൊമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാണ് അന്നും ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലാണ് കോഫി ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും മൈസൂർ പ്രിൻസ്ലി സ്റ്റേറ്റിലുള്ള കാപ്പി ലോകത്തിൻ്റെ ഗവേഷണം തുടങ്ങി വെച്ച വ്യക്തി LC കോൾമാനാണ്. അദ്ദേഹമാണ് ഈ CCRI, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്ന് പഴയ മൈസൂർ കോഫി എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ പാലിക്കന്നൂരിൽ സ്ഥാപിച്ചത്. അതിൻ്റെ 100ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോഫി ബോർഡും കേരളത്തിലെ കാപ്പി കൃഷിയുടെ വ്യാപനത്തിനായിട്ട് കണ്ടമാനം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു കൃഷിയും പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്, ഇൻഡിജീനസ് ലോക്കലായിട്ടുള്ള വെറൈറ്റികൾ കളക്ട് ചെയ്യും. കൂടാതെ മറ്റ് രാജ്യങ്ങളിലുള്ള എക്സോട്ടിക് വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്ത് അത് തമ്മിൽ ക്രോസ് ചെയ്ത് ഏറ്റവും നല്ല ഇനമായിരിക്കും കർഷകർക്ക് കൃഷിക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ കോഫി കൃഷി വ്യാപിപ്പിക്കാനായിട്ട് കർഷകരും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും അതേപോലെ തന്നെ ഈ ഓർഗാനിക് ഫാമിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷുഡ് ജോയിൻ ടുഗദർ ആൻഡ് വർക്ക് ആൻഡ് ടു ഹാവ് എ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ. എന്താണ് അടുത്ത 2047 അല്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും കോഫി ഇന്ത്യയോടെ നിൽക്കണം. നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് പാരീസിൽ കാണുന്നത് പോലെ നമ്മൾ കൂടുതൽ 20 മെഡലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് തുടങ്ങി ഇപ്പോഴും നമ്മൾ 3-4 നിൽക്കുകയാണ്. അപ്പോൾ കോഫിയുടെ കാര്യത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വിഭവ സമ്പത്ത്, നമ്മുടെ ഈ ബുദ്ധി, നമ്മുടെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും. അപ്പോൾ ഒരു ചരിത്രത്തെ നിങ്ങൾ ഓർക്കുക, LC കോൾമാൻ, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ സ്ഥാപനങ്ങൾ ചെയ്തു തന്ന ആ പറയുന്ന കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ ഓർത്ത് നമുക്ക് ഭാവി കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപോലെ സ്ലോപ്പി ടെറൈനിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. മഴക്കുറികൾ, സ്റ്റാഗേർഡ് മഴക്കുറികൾ, മണ്ണൊലിച്ചു പോകാത്ത രീതിയിലുള്ള കൃഷി ചെയ്യുക. പിന്നെ ഷെയ്ഡ് ട്രീസിൻ്റെയും കോഫിയുടെയും തന്നെ ലിറ്റർ, അതിൻ്റെ വീഴുന്ന ഇലയും അതിൻ്റെ ലോപ്പിങ്സും ഒക്കെ അവിടെ തന്നെ റീസൈക്കിൾ ചെയ്യുക. ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി അതിനുള്ള ടെക്നോളജി സെൻട്രൽ കോഫി റിസർച്ചിലുണ്ട്. അപ്പോൾ ഓർഗാനിക് നമ്മൾ അവിടെ തന്നെയുള്ള പ്രൊഡ്യൂസ്, നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്ത് പുറമേ നിന്നുള്ള ഈ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് വരൾച്ചയെ കൂടെ അതിജീവിക്കാനുള്ള ഇനങ്ങൾ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ക്ലോണൽ പ്രൊപ്പഗേഷൻ വഴി കേരളത്തിൽ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുക. ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കുക, വിദേശ വിപണി നമ്മൾ പിടിച്ചെടുക്കുക. നിങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിന് വിജയം. നിങ്ങൾ ഇത്രയും പേരെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു രീതിയിലൊരു സന്തോഷം വരുന്നുണ്ട്. കേരളത്തിലുടനീളം പോയിട്ടുണ്ടെങ്കിലും ഇത്ര നല്ലൊരു സദസ്സ് കണ്ടിട്ട് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഇരട്ടി ഉണ്ടാവും. കാരണം അവരെല്ലാം കൃഷിയെ മാത്രം ആശ്രയിച്ചു. In Tamil Nadu we often get a huge number of farmers. Similarly, I think for the third or fourth time ഞാനൊരു 100ഓളം കൃഷിയിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ഈ പത്തനംതിട്ട ജില്ലകളിലൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന കർഷകരല്ല. അവർക്ക് മറ്റുള്ള വ്യവസായമുണ്ട്, മക്കൾ വിദേശത്തുണ്ട്, അവർ വിദേശത്തുണ്ട്. ഇവിടെ അല്ല, കർഷകർ തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.